ഹലോ ഫ്രണ്ട്സ്, അനയാസ് ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു ടോംബ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ്. ഈ ടോംബ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഡൽഹി സഫ്ദർജംഗിലാണ്. അപ്പം നമ്മൾ അകത്തേക്ക് കയറാനായിട്ട് ടിക്കറ്റ് എടുക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം QR കോഡും അവിടെ വെച്ചിട്ടുണ്ട്, അല്ലാതെ കൗണ്ടർ വഴിയും ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വലിയവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 5 രൂപയാണ്. അതിൽ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചാർജ് ഇല്ല കേട്ടോ. അപ്പം നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു, എന്നിട്ട് നമ്മൾ അകത്തേക്ക് കയറുകയാണ്. വലിയ തിരക്കൊന്നുമില്ലായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മൾ ചെന്ന ടൈമിൻ്റെ ആയിരിക്കും, നമ്മൾ ഉച്ച കഴിഞ്ഞാണ് ചെന്നത് കേട്ടോ. അതുകൊണ്ടായിരിക്കും വലിയ ആളൊന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മൾ അകത്തേക്ക് കയറുകയാണ്. ആ ഫ്രണ്ടൊക്കെ കണ്ടാൽ നമുക്ക് താജ്മഹലിൻ്റെ ഒരു ഇത് തോന്നി കേട്ടോ. എനിക്ക് ആ ഫ്രണ്ട് നോക്കി കണ്ടപ്പോൾ അതേപോലെയൊക്കെ ഫീൽ ചെയ്തു കേട്ടോ. നടുക്കൂടെ ഒരു വെള്ളത്തിൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അവിടെ വെള്ളമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എന്താ ഇതുപോലെ നമ്മൾ അകത്ത് കയറിയിട്ടുള്ള ആ ഒരു ഫ്രണ്ട് പോർഷനാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചത്. ഇതാണ് നമ്മൾ ആ ഒരു ശവകുടീരം ഉള്ള ഒരു സ്ഥലം അവിടാണ് കേട്ടോ. ഇപ്പം കണ്ട ആ ഒരു സ്ഥലത്താണ്. അപ്പം നമ്മൾ അങ്ങോട്ട് നടന്നതായിട്ട് നല്ല പനയാണ്. ആ 2 സൈഡിലും ഇങ്ങനെ പനയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ നെല്ലിമരം ഇല്ലേ, അതും ഒരുപാട് അവിടെ ഉണ്ടായിരുന്നു. ഈ നിൽക്കുന്നതെല്ലാം നെല്ലിമരങ്ങളാണ് കേട്ടോ. അപ്പോൾ ആ ദൂരോട്ടെല്ലാം കാണുന്നത് ഓരോരോ വൃക്ഷങ്ങളാണ്. നല്ല അതും അതിനകത്ത് നെല്ലിയും ഉണ്ട് കേട്ടോ, നെല്ലിക്കയും ഉണ്ട്. അപ്പം അതെല്ലാം നിൽക്കുന്ന, അതേപോലെ തന്നെ ഗസ്റ്റ് ഹൗസുകളുണ്ട്. അത് പണ്ട് വരുന്ന ഗസ്റ്റുകൾക്ക് താമസിക്കാനായിട്ട് ഉള്ള ഗസ്റ്റ് ഹൗസുകൾ ഒരുപാട് അവിടെ ദൂരെയായിട്ട് ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇതിൻ്റെ താഴെ കൂടെ തന്നെയാണ് നമുക്ക് മുകളിലോട്ട് കയറാനായിട്ടുള്ള പടി കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ട് കയറാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മക്കൾ പോയി അവിടെ പേരൊക്കെ എഴുതി വെക്കുക കേട്ടോ. അവിടെ ആ ഒരു എനിക്ക് തോന്നുന്നു വെള്ളം കിടക്കുന്ന ഒരു, പക്ഷെ നമ്മൾ ചിലപ്പോൾ വെള്ളമൊന്നുമില്ല, വെള്ളം അടിച്ചിടുമോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ വെള്ളമുള്ള ഒരു കുളമാണ് കേട്ടോ, കുളത്തിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അവിടെ ചെന്ന് മക്കൾ പേരൊക്കെ എഴുതി വെക്കുകയാണ്. അവിടെ എല്ലാവരും പേരെഴുതി വെക്കുന്നു. അപ്പം മക്കളും ചെന്ന് പേരൊക്കെ എഴുതി വെച്ചു. ഇത് 1753 പണി കഴിപ്പിച്ചതാണ് കേട്ടോ. ഇപ്പോഴും അതിൻ്റെ ഒരു ആ ഭംഗി നിലനിൽക്കുന്നുണ്ട്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മോള് പോയി കൊട്ടിയൊക്കെ നോക്കുകയാണ്, എന്തെങ്കിലും സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടോ എന്നൊക്കെ. വർഷപ്പഴക്കമല്ലേ, അപ്പോൾ അതുകൊണ്ട് മോള് ചെന്ന് കൊട്ടിയൊക്കെ നോക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ നിൽക്കത്തില്ലല്ലോ. കാരണം നല്ല ഫിനിഷിങ്ങോടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മുകളിലോട്ട് കയറാനായിട്ട് പോവുകയാണ്. പക്ഷെ വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റേതായ രീതിയിൽ കുറച്ച് ടൈമൊക്കെ എടുത്ത് കാണാനൊക്കെ പറ്റിയിരുന്നു. അങ്ങനെ നമ്മൾ മുകളിൽ ചെന്നിട്ടുണ്ട്. അപ്പം മുകളിൽ ചെന്നിട്ടുള്ള ഒരു വ്യൂ ആണ് ഇത്. മുകളിൽ കയറിയിട്ട് താഴെയുള്ളൊരു വ്യൂ ആണ് കേട്ടോ. അപ്പം നല്ല എന്താ പറയുക, പ്രകൃതി രമണീയമായ സ്ഥലം എന്നൊക്കെ പറയുന്നത് പോലെ. എന്താണ്ട് അവിടെയൊക്കെ നിൽക്കുന്നത് പനയാണ്. പന, നെല്ലിമരം ഇതെല്ലാം ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു മേളിൽ നിന്ന് കാണാനായിട്ട്. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറുകയാണ് കേട്ടോ. അപ്പം മലയാളികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അവരുമായിട്ട് കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. എവിടെ ചെന്നാലും മലയാളികളുണ്ടെന്ന് പറയുന്നത് പോലെ നമ്മൾ അവിടെ ചെന്നപ്പോഴും ഒരു മലയാളി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളടുത്ത് കാര്യമൊക്കെ സംസാരിച്ച് പിന്നെ നമ്മൾ അകത്ത് കയറി കാണാനൊക്കെ നിന്നു കേട്ടോ. അപ്പം അതാണ് ശവകുടീരം. അതായത് നവാബ് ഷുജാ, കറക്റ്റ് അതാണെന്ന് തോന്നുന്നു കേട്ടോ, നിർമ്മിച്ച ശവകുടീരമാണ്. അദ്ദേഹത്തിൻ്റെ ഫാദർ, അതായത് പിതാവിൻ്റെ സ്മരണയ്ക്കായിട്ട് നിർമ്മിച്ച ശവകുടീരമാണിത് കേട്ടോ. അപ്പം സാധാരണ ചില സ്ഥലങ്ങളിൽ നമ്മുടെ എന്താ പറയുക, ശവകുടീരം ഉള്ളിടത്ത് ബോർഡ് വെക്കും അതിൻ്റെ ഡീറ്റെയിൽസ്. ഇത് പക്ഷേ നമ്മൾ അങ്ങനെ കണ്ടില്ല കേട്ടോ, അവിടെ ഒന്നും കണ്ടില്ല. ഫസ്റ്റ് മെയിൻ ഗേറ്റിൻ്റെ അടുത്തൊരു ബോർഡ് ഉണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട്. അത് മാത്രമേ നമ്മൾ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അല്ലാതെ അതിനകത്തൊന്നും സാധാരണ അടുത്ത് അങ്ങനെയല്ല. നമ്മൾ ഓരോ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള അടുത്തും കുറച്ച് ഡീറ്റെയിൽസ് അങ്ങനെ എഴുതി വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ടു. അതിൻ്റേത് ആ മേൽഭാഗമൊക്കെ ഉണ്ടില്ലേ, ആ ഒരു
ഹോളൊക്കെ തൂക്കി ഇട്ടേക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത് എന്താ വലിയ കസേര പോലെ ചെയറില്ലേ, അതിനായിട്ടുള്ളതായിരിക്കും കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞ് ആയിരിക്കാം എന്നാണ് പറഞ്ഞത്, ആണെന്നല്ല, ആയിരിക്കാം. അപ്പം നമ്മൾ അങ്ങനെ അകമെല്ലാം കണ്ടു. വലുതായിട്ടൊന്നും കാണാനില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ടായിരിക്കും ആളും കുറവ്. ആ ഒരു ശവകുടീരം മാത്രം, അല്ലാതെ കുറച്ച് 2 നിലയാണിത്. 2 നിലയിൽ എത്രയോ അറകൾ, അതായത് മുറികളുണ്ട് എന്നാണ് പറയുന്നത്. ഒരുപാട് മുറികളുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ പുറത്തങ്ങ് ഇറങ്ങുകയാണ് ചെയ്തത്. വലിയതായിട്ടൊന്നും അവിടെ കാണാനില്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നടന്നതിന് ശേഷം പുറത്തിറങ്ങി. അപ്പം നമുക്കൊരാഗ്രഹം, നെല്ലിമരം ഉള്ളിടത്തോട്ടൊന്ന് വെച്ച് പിടിക്കാം, എന്താ അവിടെ നെല്ലിക്ക ഉണ്ടോ എന്നൊക്കെ അറിയണമല്ലോ. അങ്ങനെ നമ്മൾ വെറുതെ നടന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടെ ക്ലീനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. കാരണം വേസ്റ്റൊക്കെ ഇടുന്നത് അന്നേരം അവർ ക്ലീൻ ചെയ്തുകൊണ്ടും ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിലെല്ലാം നെല്ലിമരമാണ്. ശരിക്കും നെല്ലിക്ക നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിനേക്കായി കൂടുതൽ നെല്ലിക്ക നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നെല്ലിക്കയൊക്കെ പറിച്ചു കേട്ടോ. പറിച്ച് കഴിച്ചുകൊണ്ടാണ് ഈ നടക്കുന്നത്. നമ്മളിങ്ങനെ വെറുതെ ഒന്ന് റൗണ്ട് അടിച്ച് പോയി. അതായത് കണ്ട വലിയ നീളം തെങ്ങും ഒക്കെ നിൽപ്പുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡൊക്കെ ബാത്റൂം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ആ ഒരു സൈഡിലോട്ട് പോകുമ്പോൾ ബാത്റൂമും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവിടെ. നമ്മളങ്ങനെ അവിടെ ആ ഒരു സൈഡിലോട്ട് പോകുമ്പോൾ ആ ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുകയുണ്ടാവും. പാറ, കല്ല്, ആ കട്ട, മണ്ണും ഒക്കെ വെച്ച് ഉണ്ടാക്കിയതാണ്. എന്തുമാത്രം നല്ല ഫിനിഷിങ്ങോടാണ് നിൽക്കുന്നതെന്നറിയാം. കാരണം ഇത്രയും വർഷം പഴക്കമുള്ള, മെയിൻ്റെനൻസ് ചെയ്യുന്നതുകൊണ്ടിരിക്കുകയായിരിക്കും, ഇടയ്ക്കൊക്കെ മെയിൻ്റെനൻസ് നടക്കുന്നുണ്ടായിരിക്കാം. എന്നാലും ആ ഒരു ഇത്രയും വർഷമായിട്ട് അതിൻ്റെ ആ ഒരു ഇതിൽ തന്നെ ഫിനിഷിങ്ങിൽ തന്നെ ഇപ്പോഴും നിൽക്കുന്നത് നമ്മളിങ്ങനെ നോക്കിയതാട്ടോ. പിന്നെ നമ്മൾ പയ്യെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് ലേറ്റ് ആയിരുന്നു. ഒരു പ്രോഗ്രാം കഴിഞ്ഞ് അവിടോട്ട് കയറിയത്. അപ്പം നമ്മൾ അവിടുന്ന് പയ്യെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഇറങ്ങി നടന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ വരുന്ന വഴിയിൽ കണ്ടതാണ് കേട്ടോ. ഇവിടെ തണുപ്പാകുമ്പോൾ ഇങ്ങനെ പട്ടികൾ ഇതേപോലെ കൂട് കെട്ടിക്കൊടുക്കും കേട്ടോ. എന്നിട്ട് അതുങ്ങൾക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കും. പട്ടികൾക്കെല്ലാം ഇതുപോലെ ഡ്രസ്സ് വിട്ട് ഇതുപോലെ കൂട് കെട്ടി കൊടുക്കും. കാരണം നല്ല തണുപ്പല്ലേ. എന്നിട്ട് അതിനകത്ത് കമ്പിളിയൊക്കെ വിരിച്ച് സെറ്റ് ചെയ്താണ് അവരെ കിടത്തുന്നത്. വഴിയോരത്തെ പട്ടികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുപോലാണ് ഇവിടെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ പയ്യെ നടന്ന് തന്നെയാണ് വീട്ടിലോട്ട് പോയത്. കാരണം നമുക്ക് വലിയ ദൂരം ഇല്ലെന്നല്ല, ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ വിചാരിച്ചു നമുക്ക് കാഴ്ചയൊക്കെ കണ്ട് പയ്യെ നടക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ വഴിയിൽ നിന്ന് ഒരു ഐസ്ക്രീമൊക്കെ, ഈ തണുപ്പായിട്ടും ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചാണ് പയ്യെ നടന്ന് പോയത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ട് അഭിപ്രായം കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.